പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF 34ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എങ്കക്കാട് കുന്നത്തുപറമ്പ് സെന്ററിൽ വെച്ച് ചേർന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി KA മഹേഷ് അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് CV പൗലോസ്, VP മധു, M ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ സജീവ്, PP ലളിത എന്നിവർ സന്നിഹിതരായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനെ വിജയിപ്പിക്കുന്നതിനായി 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. 31 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരവാഹികളായി VS അനിൽകുമാർ ചെയർമാനായും മിഥുൻ സജീവ് കൺവീനറായും PP ലളിത ട്രഷററായും തെരഞ്ഞെടുത്തു. നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് മൗലികമായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ തന്നെ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. RSS ഭരണഘടന ഇരിക്കുന്നില്ല. അതാണ് രസം. 1925 ഇന്ത്യയിൽ ആദ്യമായി RSS രൂപീകരിക്കുന്നത്. RSSന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ 100ാം വാർഷികം വരുമ്പോൾ 2025 ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകണം. ഇതാണ് BJPയുടെ അജണ്ട. അവിടേക്കാണ് BJPയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഭരണഘടന അംഗീകരിക്കാത്ത, ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഭരണമായി ഇന്ത്യയിലെ BJP സർക്കാർ മാറിയിട്ടുണ്ട്. VCB ന്യൂസ്, എങ്കക്കാട്.